ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മുതൽ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വിധിയാണ് ദിലീപിന്റെ ആ ഒരു കേസിന്റെ വിധി. ദിലീപ് ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമായിരുന്നു എല്ലാവരും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ടിവിയുടെ മുന്നിലിരിക്കാനുള്ള ഒരേ ഒരു റീസൺ. അങ്ങനെ കോടതി വിധി വന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കി. 10 പേരായിരുന്നു പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 6 പേര് കുറ്റം ചെയ്തു എന്ന് തെളിയുകയും 4 പേരെ വെറുതെ വിടുകയും ചെയ്തു. ശിക്ഷിക്കപ്പെട്ട 6 പേര് ഇതാണ്. ഒന്നാം പ്രതി പൾസർ സുനി NS എന്നാണ് ഇവന്റെ യഥാർത്ഥത്തിലെ പേര്. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി. ഈ കുറ്റകൃത്യം നടന്ന സമയത്ത് നടിയുടെ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തിയാണ് മാർട്ടിൻ ആന്റണി. അത് കഴിഞ്ഞിട്ട് മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ഇവന്മാരെയൊന്നും നമ്മൾ കേട്ടുകേൾവി പോലുമില്ല. പൾസർ സുനി ആൻഡ് ദിലീപാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന 2 പേര്. ബാക്കിയുള്ളവരുടെ പേര്, മാർട്ടിൻ ആന്റണിയുടെ പേരെങ്ങാണ്ട് കുറച്ചൊന്ന് കേട്ടിട്ടുണ്ട്, ബാക്കി ആരുടെയും പേര് കേട്ടുകേൾവി പോലുമില്ല. പിന്നെ കുറ്റവിമുക്തനാക്കപ്പെട്ട 4 പേര് ഇവരൊക്കെയാണ്. ചാർലി തോമസ് 7ാം പ്രതി, 8ാം പ്രതി നമ്മുടെ ഗോപാലകൃഷ്ണൻ ദിലീപ്, 9ാം പ്രതി സനിൽകുമാർ, 10ാം പ്രതി ശരത് നായർ. അങ്ങനെ ഈ ലാസ്റ്റ് പറഞ്ഞ 4 പേരെയാണ് കുറ്റവിമുക്തൻ ആക്കിയിരിക്കുന്നത്. അപ്പം ഒരു വിധിക്കും 100% ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഒന്നിനും 100% ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വിധി വന്നപ്പോൾ തന്നെ 2 പക്ഷം പറയുന്ന ആളുകളെ കണ്ടു. ഒന്ന്, ദിലീപിനെ വെറുതെ വിട്ടതിന് രോക്ഷം കൊള്ളുന്ന ആളുകൾ. 2, ദിലീപ് നിരപരാധിയാണ് എന്ന് പറയുന്ന ആളുകൾ. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആളുകളും ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ 10 പ്രതി ഉണ്ടായിട്ടും അതിനകത്ത് ദിലീപിന്റെ പേര് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന്റെ കാര്യം അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതിന്റെ പേരിലാണ്. ഈ ഒരു കേസിന് ഇത്രയും ഒരു ഡെപ്ത് വരാനുള്ള റീസണും ദിലീപ് തന്നെയാണ്. അപ്പൊ ബാക്കിയുള്ള 6 പേര് കുറ്റം ചെയ്തു എന്ന് ഓൾറെഡി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്, അവന്മാർ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്, അവർക്കെതിരെ ഒരുപാട് എവിഡൻസും ഉണ്ട്. പക്ഷെ ഇത്രയും 10 പ്രതികൾ ഉണ്ടായിട്ടും കേരളം ഉറ്റുനോക്കിയത് ആ ഒരു വ്യക്തി, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ, അയാളെ ശിക്ഷിക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോഴത്തേക്ക് കുറെ ആളുകൾ, പാർവതി തിരുവോത്തടക്കമുള്ള സിനിമയിൽ തന്നെയുള്ള കുറെ നടിമാരും ബാക്കിയുള്ള ടീംസും ഒക്കെ പോസ്റ്റും ഒക്കെ ആയിട്ട് വരാനുള്ള റീസൺ അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പോസ്റ്റും കുറിപ്പുകളും ഒക്കെ ആയിട്ട് വരാനുള്ള റീസൺ ഇതാണ്. അവർക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യം ദിലീപ് ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു. ബാക്കിയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യം അവർക്കറിയാം. കാര്യം അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഓൾറെഡി അറിയാവുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ദിലീപ് ഇവിടെ കുറ്റവിമുക്തനാക്കിയ സമയത്താണ് അതിജീവിതയ്ക്ക് നീതി നിഷേധിച്ചു എന്നുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കാര്യം പുറത്തോട്ട് വന്നത്. ഇപ്പൊ ഈ ഒരു സംഭവം നടക്കുന്നത് അറിയാലോ, 2017 ഫെബ്രുവരി 17 രാത്രി ഒരു 10-11 മണിയൊക്കെ ആ സമയത്താണ്. ഈ 6 പേരാണ് ഈ ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ശിക്ഷിക്കപ്പെട്ട 6 പേര്. ഇവിടെ ഇപ്പം ബാക്കിയാവുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ കൊട്ടേഷൻ ഇവർക്ക് കൊടുത്തത്? ഇതൊരു കൊട്ടേഷൻ ആണ് എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇതുപോലുള്ള കൊട്ടേഷൻസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുത്തരാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നവർ. അതുപോലെ തന്നെ ഈ അതിജീവിതയെ പീഡിപ്പിക്കുന്ന ആ ഒരു സമയത്ത് പോലും ഇതൊരു കൊട്ടേഷൻ ആണെന്ന് നടി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ നടിയും അതൊരു മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പൾസർ സുനിയും ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു കൊട്ടേഷൻ ആര് കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിൽ? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു, എന്നാൽ ഈ കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത ടീമും ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ. അവരുടെ ശിക്ഷിക്കപ്പെട്ടാലല്ലേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കൂ എന്നുള്ള ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ ഒരു രാത്രിയിൽ പൾസർ സുനിക്ക് ഈ പറയുന്ന നടിയെ ഒന്ന് പീഡിപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോയി പീഡിപ്പിച്ച് വീഡിയോ എടുത്ത കാര്യമൊന്നും അല്ലല്ലോ. ഇത് കൃത്യമായിട്ട് ഒരു കൊട്ടേഷന്റെ പുറത്തെടുത്ത വർക്കാണിത്. അപ്പോൾ ഇതൊരു കൊട്ടേഷൻ വർക്കാണ് എന്ന് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രൈം പ്ലാൻ ചെയ്തതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്ലാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ നടിയെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഓറൽ സെക്സ് ആണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാര്യത്തിനകത്ത് നടിയുടെ ഫേസ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ അവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്ത് നിന്ന്, ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന്, ഈ നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ലീക്കാക്കി അവരെ പിച്ച് ചീന്താൻ തന്നെ ഉള്ള ഒരു പ്ലാന്റെ പുറത്ത് തന്നെയാണ് ആ ഒരു വീഡിയോ തന്നെ അവരെടുത്തത്. അങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ഫേസ് പുള്ളിക്കാരത്തിന് മാത്രമേ വരത്തുള്ളൂ. പക്ഷെ ഇവർക്ക് ഇവിടെ പണി കിട്ടിയത് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ നടിയെ ഇവർ ഡ്രോപ്പ് ചെയ്യുന്ന ലാലിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ്. ലാലാണ് ആദ്യം ഇത് കേസ് കൊടുക്കണമെന്ന് പറയുന്നതും. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് PT തോമസ് MLA ആ സമയത്തുള്ള പുള്ളിക്കാരൻ വരികയും ആൻഡോ ജോസഫ് വരികയും ഇവർ 3 പേരും ശക്തമായിട്ട് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ ഒരു നടി ഇതൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടാണ് ഇവന്മാരുടെ പ്ലാൻ കംപ്ലീറ്റ് തെറ്റിയത്. അല്ലെങ്കിൽ ഇതാരും അറിയാതെ ഇപ്പോഴും ഈ നടിയെ ഇവന്മാർ ഈ ഒരു ക്ലിപ്പ് വെച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നേനെ. അല്ലെങ്കിൽ ഇവരുടെ ഇത് തകർക്കുന്നതിന്റെ രീതിയിൽ ഏതെങ്കിലും ഒരു പോൺ സൈറ്റിൽ ഈ ഒരു സാധനം അപ്ലോഡ് ചെയ്തേനെ. ആരും അറിയാത്ത രീതിയിൽ, ട്രേസ് ചെയ്യാത്ത രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് 2ാം പ്രതി ഈ വണ്ടി ഓടിച്ചിരുന്ന, ഈ നടി ട്രാവൽ ചെയ്ത വണ്ടി ഓടിച്ചിരുന്ന മാർട്ടിൻ എന്ന് പറയുന്ന പുള്ളിയാണ്. ഇവനെ ആദ്യം സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവന്റെ ഒരു
ഒരു പരിങ്ങലും ഇവന്റെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ PT തോമസിനാണ് ഇവൻ എന്തോ ഒരു ഉടായ്പിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് പുള്ളിക്ക് തോന്നിയത്. അങ്ങനെ ഒരു സംശയത്തിൽ നിന്നാണ് ഇവനെ ചോദ്യം ചെയ്തതും അപ്പോഴാണ് ബാക്കിയുള്ളവരുടെ ഇൻവോൾവ്മെന്റും കൂടെ മനസ്സിലാവുന്നത്, ബാക്കിയുള്ളവന്മാരെ അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ തൊട്ടാണ് ഈ ഒരു കേസിന്റെ ഗതി മാറുന്നത്. അങ്ങനെയാണ് ഈ പൾസർ സുനിയിലോട്ടൊക്കെ എത്തുന്നത്. പൾസർ സുനിയെ അവന്റെ കൂടെയുള്ള ഒരുത്തിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവന്മാർ നേരിട്ട് കോടതിയിൽ ഹാജരാവുന്ന സമയത്ത് കോടതിയുടെ അകത്തു നിന്നാണ് ഇവന്മാരെ പോലീസ് വലിച്ചഴിച്ച് പിടിച്ച് പറിച്ച് ഇവിടെ വെളിയിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. സിനിമയ്ക്ക് അത് മാത്രം നമ്മൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് പോലീസ് വലിച്ചു പിടിച്ച് ഇവന്മാരെ കൊണ്ടുപോകുന്ന രംഗങ്ങൾ. അങ്ങനെ ഈ ഒരു സംഭവം ഭയങ്കര സെൻസേഷനായ സമയത്താണ് അമ്മയുടെ ഒരു മീറ്റിംഗ് വരുന്നത്. ഒരു പബ്ലിക് മീറ്റിംഗ് ആണ്. അതിനകത്ത് മഞ്ജു വാര്യർ പ്രസംഗിക്കാൻ കയറിയ സമയത്ത് മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരമാണ് ഇതൊരു ഗൂഢാലോചനയാണ്, ഇതിന്റെ പുറകിൽ വലിയ കളികൾ നടന്നിട്ടുണ്ട് എന്ന് ഒരു ചർച്ച വരുന്നത്. അതിനുശേഷം പൾസർ സുനിയുടെ മൊഴികളും ഇവൻ ദിലീപിന് അയച്ച് എന്ന് പറയുന്ന ഒരു കത്തും പുറത്തു വന്നതോടുകൂടി ദിലീപിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അന്ന് മഞ്ജു വാര്യർ പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂ അല്ല, ആ ഒരു കാര്യം ഞാൻ അവിടെ വെക്കാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. സോ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു സാധനം. അവിടെ തൊട്ടാണ് ദിലീപ് ഈ ഒരു കേസിനകത്തോട്ട് വരുന്നത്. പിന്നീട് പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ മൊഴി, ദിലീപും പൾസർ സുനിയുമായിട്ട് ബന്ധമുണ്ട്, ഇവർ തമ്മിൽ ആലുവയിൽ വെച്ചിട്ട് മീറ്റിംഗ് നടന്നിട്ടുണ്ട്, ഈ ഒരു നടിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അതൊരു റിവെഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്ലാൻ വന്നതെന്നും അങ്ങനെയൊക്കെയുള്ള കുറെ സ്റ്റോറീസ് പുറത്തോട്ട് വരികയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തെളിയിക്കാനുള്ള പ്രൂഫ് അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും ഉണ്ടായിരുന്നില്ല. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഒരു ഫോട്ടോ ആ സമയത്ത് പുറത്തോട്ട് വരുന്നു. ദിലീപ് നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ അങ്ങേ അറ്റത്തങ്ങാണ്ട് വളരെ ബ്ലർഡ് ആയിട്ട് ഒട്ടും ക്ലിയർ അല്ല, അത് പൾസർ സുനി ആണോ എന്ന് പോലും അറിയത്തില്ല. പൾസർ സുനി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ, ഏതോ ഒരു ലൊക്കേഷനിൽ വെച്ചെടുത്ത ഫോട്ടോ. അത് മാത്രം കണ്ടായിരുന്നു ദിലീപും പൾസർ സുനിയും തമ്മിൽ ഡയറക്റ്റ് ഒരു ലിങ്ക്, ഈ അടുത്തൊരു കണക്ഷൻ ഉണ്ടെന്ന്, ഡയറക്റ്റ് ഒരു ലിങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ ഒരു പുറത്തു വന്ന എവിഡൻസ്. പക്ഷേ ഈ പൾസർ സുനി സിനിമയായിട്ട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഡ്രൈവറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ലൊക്കേഷനിൽ അങ്ങേര് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങേരെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു അസ്വാഭാവികതയൊന്നുമില്ല. പിന്നീട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ഒരു ബന്ധം, അത് ഈ നടി മഞ്ജു വാര്യർ എടുത്ത് പറഞ്ഞിട്ട് ദിലീപിന്റെ കുടുംബം തകർത്തു, അതിനുള്ള റിവെഞ്ച് ആണ് ഈ ഒരു കൊട്ടേഷൻ എന്നുള്ള ഒരു സ്റ്റോറിയാണ്. എന്നാൽ ഈ ഒരു കാര്യത്തെ ഗണ്ണിക്കുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് 2017 ഫെബ്രുവരിയിലാണ്. എന്നാൽ ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നത് 2016 നവംബർ 25 ദിലീപും മഞ്ജു വാര്യറും തമ്മിൽ പിരിഞ്ഞിട്ട് ഏതാണ്ട് 4 കൊല്ലത്തോളമായി. 2012 പിരിയുന്നത്. അത് കഴിഞ്ഞ് 4 കൊല്ലത്തിന് ശേഷമാണ് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരു പുതിയ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പഴയ റിലേഷൻഷിപ്പ് പിരിഞ്ഞതിന്റെ പേരിൽ ഒരു റിവെഞ്ചുമായിട്ട് ദിലീപ് മുന്നോട്ട് വരാൻ അത്ര മണ്ടനാണോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. അത് വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതും കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത്. എന്നാൽ ഈ ദിലീപിലോട്ട് സംശയങ്ങൾ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വെക്കാം. 8 കൊല്ലം മുമ്പുള്ള ന്യൂസ് ആണ്, നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കും. നടിയെ ആക്രമിച്ച കേസിലേക്ക് തന്നെ വലിച്ചിഴക്കുമെന്ന ഭീഷണിയുമായി പൾസർ സുനി ജയിലിൽ നിന്ന് വിളിച്ചുവെന്ന് പരാതിപ്പെട്ട് ഏപ്രിൽ 20 ദിലീപ് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ സമീപിച്ചത്. എന്നാൽ ഇതിനും ഏതാണ്ട് 20 ദിവസം മുൻപെങ്കിലും സുനിൽകുമാർ ദിലീപിന്റെ മാനേജരെയും നാദിർഷയെയും ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ആ വഴിക്ക് ഒത്തുതീർപ്പിനായി നടത്തിയ ശ്രമങ്ങൾ ഒന്നും ഫലിക്കാതെ പോയതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുക്കുന്ന മട്ടിൽ ദിലീപ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെയാണ് ദിലീപിന് ആദ്യം പിഴച്ചത്. രണ്ടാമതായി, ദിലീപ് തന്നെ DGPക്ക് നൽകിയ സുനിൽകുമാറിന്റെ കത്തിൽ ഒരിടത്തും ഭീഷണിയില്ലെന്ന് പോലീസ് നിരീക്ഷിച്ചു. അവർക്കിരുവർക്കും ഇടയിലുണ്ടായിരുന്ന സൗഹൃദം നന്നായി പ്രതിഫലിക്കുന്നതായിരുന്നു അതിലെ ഭാഷയും ഉള്ളടക്കവും. ദിലീപിന് ഈ സുനിൽകുമാർ പൾസർ സുനി ഇവൻ ജയിലിൽ കിടന്നിട്ട് ദിലീപിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്തിനെ പറ്റിയാണ് പറയുന്നത്. ആ കത്ത് എന്താണ്, അതിനകത്ത് എഴുതിയേക്കുന്ന ഉള്ളടക്കം എന്താണെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ാകുന്ന ഒരു കാര്യവും പ്രതി അതിൽ എഴുതി ചേർത്തില്ല. പകരം അവർ ദിലീപ് തന്നെ DGPക്ക് നൽകിയ സുനിൽകുമാറിന്റെ കത്തിൽ ഒരിടത്തും ഭീഷണിയില്ലെന്ന് പോലീസ് നിരീക്ഷിച്ചു. അവർക്കിരുവർക്കും ഇടയിലുണ്ടായിരുന്ന സൗഹൃദം നന്നായി പ്രതിഫലിക്കുന്നതായിരുന്നു അതിലെ ഭാഷയും ഉള്ളടക്കവും. ദിലീപിന് തിരിച്ചടിയാകുന്ന ഒരു കാര്യവും പ്രതി അതിൽ എഴുതി ചേർത്തില്ല. പകരം അവർക്ക് മാത്രം മനസ്സിലാകുന്ന സൂചനകൾ മാത്രം ഒളിപ്പിച്ചതായിരുന്നു ആ കത്ത്. നടിയെ ആക്രമിച്ച കേസിലേക്ക് തന്നെ വലിച്ചിഴക്കാതിരിക്കാൻ സുനിൽകുമാർ 2 കോടി ആവശ്യപ്പെട്ടുവന്ന ദിലീപിന്റെ പരാതിയിലെ പരാമർശമാണ് നടനെ തിരിഞ്ഞുകൂത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തിലോ നാദിർഷയും ദിലീപിന്റെ
മാനേജറും റെക്കോർഡ് ചെയ്തെടുത്ത സുനിയുടെ ഫോൺ സംഭാഷണത്തിലോ ഈ 2 കോടിയുടെ കണക്കില്ല. പിന്നെ എവിടെ വെച്ച് എപ്പോൾ ആര് മുഖേന ഈ തുക സുനിൽകുമാർ ആവശ്യപ്പെട്ടു എന്ന പോലീസ് ചോദ്യത്തിന് ദിലീപിന് മറുപടി ഇല്ലാതെ പോയി. യഥാർത്ഥത്തിൽ 1.5 കോടിയാണ് കൊട്ടേഷൻ തുകയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 13 മണിക്കൂർ ഒറ്റയിരുപ്പിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യങ്ങളെ നേരിട്ടപ്പോഴും ദിലീപിന് പരാതിയൊന്നും ഉണ്ടായില്ല എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകം നിരീക്ഷിച്ചു. നിരപരാധിയെന്ന് സ്വയം ഉറപ്പുള്ള ഏതൊരാളും പ്രകടിപ്പിക്കുന്ന ന്യായമായ അസ്വസ്ഥതകൾ പോലും നടനിൽ കണ്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങൾക്ക് മുന്നിലും പരാതിയൊന്നും പറഞ്ഞില്ല. കുടുങ്ങുമെന്ന് സംശയിച്ചു പോയ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൈകൂപ്പി രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിസ്സഹായത പ്രകടിപ്പിച്ചതും പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവായി. പൾസർ സുനി എന്ന സുനിൽകുമാറിനെ അറിയില്ലെന്നും കണ്ടിട്ട് പോലുമില്ലെന്നും അവസാന ഘട്ടത്തിലും ദിലീപ് പറഞ്ഞതും സ്വയം കുഴിച്ച കുഴിയായി. ഇത് അന്ന് വന്ന ന്യൂസാണ്. ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ദിലീപിനെതിരാണ്. ദിലീപ് പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളങ്ങളാണ് എന്നുള്ള തരത്തിലാണ്. ഇനി ദിലീപിലോട്ട് നയിച്ച ഏറ്റവും വലിയൊരു ഘടകമാണ് പൾസർ സുനി ദിലീപിന് എഴുതിയ കത്ത്. ആ കത്തിനകത്ത് എന്താണ് പറയുന്നതെന്ന് ഞാനൊന്ന് വെക്കാം. ദിലീപേട്ട, ഞാൻ സുനിയാണ്. ജയിലിൽ നിന്നാണ് ഇത് എഴുതുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കത്ത് കൊടുത്തുവിടുന്നത്. ഈ കത്ത് കൊണ്ടുവരുന്നവന് കേസിനെ പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് വേണ്ടി അവൻ ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേസിൽ ഞാൻ കോടതിയിൽ സറണ്ടർ ആകുന്നതിന് മുമ്പ് കാക്കനാട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവയിലാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇത് എഴുതാൻ കാരണം ഈ കേസിൽപ്പെട്ടതോടുകൂടി എൻ്റെ ജീവിതം തന്നെ അവസാനിച്ച പോലെയാണ്. എനിക്ക് എൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് 5 പേരെ എനിക്ക് സേഫാക്കിയേ പറ്റൂ. പലരും നിർബന്ധിക്കുന്നു, നീ എന്തിനാ ബലിയാടാകുന്നത് എന്ന്. നീ നിന്നെ ഏൽപ്പിച്ച ആളുടെ പേര് പറയുകയാണെങ്കിൽ പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു. ചേട്ടന്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട്. ചേട്ടന് എന്റെ കാര്യം അറിയാൻ ഒരു വക്കീലിനെങ്കിലും എന്റെ അടുത്തേക്ക് വിടാമായിരുന്നു. അതുണ്ടായില്ല. ഞാൻ നാദൃഷിയെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അവിടുന്നും എനിക്ക് മറുപടി ഒന്നും വന്നില്ല. ഫോൺ വിളിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നെ ഇനി ശത്രുവായിട്ട് കാണുന്നോ മിത്രമായിട്ട് കാണുന്നോ എന്ന് എനിക്കിനി അറിയേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം. ചേട്ടൻ എന്റെ അടുത്തേക്ക് ഒരാളെ വിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കത്ത് കിട്ടിക്കഴിഞ്ഞ് 3 ദിവസം ഞാൻ നോക്കും. ചേട്ടന്റെ തീരുമാനം അതിനു മുമ്പ് എനിക്കറിയണം. സൗണ്ട് തോമ തൊട്ട് ജോർജ് ഏട്ടൻ സ്പൂരൻ വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കത്ത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുമല്ലോ. നാദൃഷിയെ ഞാൻ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഈ കത്ത് വായിച്ച ശേഷം ദിലീപേട്ടൻ പറയുക. ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ നിലവിലെ വക്കീലിനെ മാറ്റും. ചേട്ടൻ ആലോചിച്ച് തീരുമാനമെടുക്കുക. എനിക്ക് ചേട്ടൻ തരാമെന്ന് പറഞ്ഞ പൈസ ഫുള്ളായിട്ട് ഇപ്പോൾ വേണ്ട. 5 മാസം കൊണ്ട് തന്നാൽ മതി. ഞാൻ നേരിട്ട് നാദൃഷായെ വിളിക്കും. അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം. നാദൃഷായെ വിളിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് ആളെ വിടുക. അല്ലെങ്കിൽ എന്റെ ജയിലിലെ നമ്പറിലേക്ക് ഒരു 300 രൂപ മണി ഓർഡർ അയക്കുക. മണി ഓർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ലെന്ന്. എന്റെ RP നമ്പർ 8813, കെയർ ഓഫ് സൂപ്രണ്ട്, ജില്ലാ ജയിൽ, എറണാകുളം, CSEZPO സുനിൽ. ഈ അഡ്രസ്സിൽ അയച്ചാൽ മതി. ഇനി ഞാൻ കത്തു നീട്ടുന്നില്ല. ഏതെങ്കിലും വഴി എന്നെ സമീപിക്കുക. ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പറയണമെന്നുണ്ട്. ഇനി എപ്പോൾ അത് പറയാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് ഇനിയും സമയം കളയാനില്ല. ചേട്ടനെ ഇതുവരെ ഞാൻ കൈവിട്ടിട്ടുമില്ല. ഇനി എല്ലാം ചേട്ടൻ ആലോചിച്ച് ചെയ്യുക. ഞാൻ ജയിലിലാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. മറ്റാരെങ്കിലും എന്റെ കാര്യം പറഞ്ഞു വന്നാൽ അതൊന്നും വിശ്വസിക്കണ്ട. എനിക്ക് അനുകൂലമായുള്ള കാര്യങ്ങളാണ് കത്ത് വായിച്ചിട്ട് പറയാനുള്ളതെങ്കിൽ ഈ കത്ത് കൊണ്ടുവരുന്ന വിഷ്ണുവിന്റെ അടുത്ത് പറയുക. ഈ കത്ത് അയക്കുന്നതുവരെ ഞാൻ ചേട്ടനെ സേഫാക്കിയിട്ടേ ഉള്ളൂ. എനിക്കിപ്പോൾ പൈസ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ്. നടക്കാത്തത് കൊണ്ടാണ് കാക്കനാട്ട് ഷോപ്പിൽ പോയത്. കത്ത് വായിച്ചതിന് ശേഷം തീരുമാനം എന്തായാലും എന്നെ അറിയിക്കുക. എനിക്ക് ചേട്ടൻ അനുകൂലമാണെങ്കിൽ കത്തുമായി വരുന്ന ആളോട് പറയുക. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത കത്തിൽ അറിയിക്കാം എന്ന് ഇതുവരെ വിശ്വസ്തയോടെ. സോ ഇതായിരുന്നു ആ ഒരു കത്ത്. ഇതിനകത്ത് ഒരിടത്ത് പോലും ദിലീപിനെ അവൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. സ്റ്റിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ഈ ഒരു കത്ത് വ്യാജമാണ്, ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് തന്നെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ദിലീപിന്റെ വാദം. അത് പറയാനുള്ള 1-2 കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഒരു കത്ത് ഒരു വെൽ ക്രാഫ്റ്റഡ് കത്താണ്. നമ്മളൊരു കത്ത് എഴുതുമ്പോൾ, ഒരു കുറ്റവാളിയുടെ മാനസികാവസ്ഥ വെച്ചിട്ടൊരു കത്ത് എഴുതുമ്പോൾ കൈയക്ഷരം ഇടാറുണ്ട്. അതിനകത്ത് ചിലപ്പം വെട്ടും തിരുത്തും ഒക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു കത്തിനകത്ത് കാണാനില്ല. നല്ല കൈയക്ഷരത്തോടു കൂടി ഒരു വെട്ടും തിരുത്തും ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു സാധനം. സോ ഇപ്പോഴും ഈ ഒരു കത്തുമായിട്ട് ബന്ധപ്പെട്ട് അധികം കാര്യങ്ങൾ പുറത്തോട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാര്യം ഇവൻ തന്നെയാണോ ഇത് എഴുതിയത്, ഇവൻ ജയിലിൽ കിടന്ന് തന്നെയാണോ, അതോ വേറെ ആരെങ്കിലും എഴുതിയത് കൊണ്ട് കൊടുത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്താണെങ്കിലും ഇവിടം തൊട്ടാണ് ദിലീപിന് മൊത്തത്തിൽ പണിയാവുന്നത്. ദിലീപ് അറസ്റ്റ് ചെയ്യുകയും 19 ദിവസം അകത്ത് കിടക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ഒരു കേസിന്റെ ഈ ഒരു കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു കേസിന് ഇപ്പൊ ഇങ്ങനെ ഒരു വിധി വരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 8 കൊല്ലത്തോളം എടുത്തു. മൊത്തം 261 വിറ്റ്നസ് ആണ് ഈ ഒരു കേസിനകത്ത് ഹാജരായത്. അതിനകത്ത് 28 പേര് കൂറുമാറിയവരിൽ ഒരുപാട് പ്രമുഖരുണ്ട്. ബാമ, സിദ്ദീഖ്, നാദൃഷ, ബിന്ദു പണിക്കർ, അങ്ങനെ കുറെ ആളുകളുണ്ട് കൂറുമാറിയവർ. ആദ്യം നടിക്ക് വേണ്ടി സംസാരിച്ചിട്ട് പിന്നീട് ദിലീപിന് വേണ്ടിയിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഇവരെ കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള 28 പേര് ഈ ഒരു കേസിൽ കൂറുമാറിയിട്ടുണ്ട്. പിന്നെ
രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട്. ഈ മരണപ്പെട്ട ഒരാൾ PT തോമസ്. ഈ ഒരു കേസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയുള്ള വ്യക്തിയാണ് MLA PT തോമസ്. പുള്ളി മരണപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മരണപ്പെടുന്ന ഏറ്റവും വലിയൊരു ദിലീപിനെതിരായിട്ടുള്ള ഒരു സാക്ഷി പറഞ്ഞ വ്യക്തിയാണ് ഡയറക്ടർ ബാലചന്ദ്രകുമാർ. എനിക്ക് തോന്നുന്നു പുള്ളി മരണപ്പെട്ടതാണെന്ന് തോന്നുന്നു ദിലീപിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കിട്ടിയത്. ഈ ഒരു കേസ് ദിലീപിന് അനുകൂലമാവാൻ വൺ ഓഫ് ദ മെയിൻ റീസൺ ചിലപ്പം പുള്ളി മരണപ്പെട്ടതാവാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പല സിനിമകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ദിലീപുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പുള്ളി വീട്ടിൽ പോയ സമയത്ത് ഈ നടിയുടെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് അത് ആ വീട്ടിന്റെ അകത്ത് TV ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സൗണ്ട് ഇദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് ഇദ്ദേഹം കൊടുത്തത്. പക്ഷെ ഇയാൾ കണ്ടിട്ടില്ല, ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇയാൾ കണ്ടിട്ടില്ല, അതിന്റെ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. സോ അങ്ങനെ ഒരു മൊഴിയാണ് ദിലീപിനെതിരെ ഇയാൾ കൊടുത്തത്. പക്ഷെ ദിലീപിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ഇതിന്റെ ഡോക്യുമെന്റ്സ്, എവിഡൻസ് അടങ്ങുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമല്ലോ. 833 പേജുള്ള ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ അതിനോടൊപ്പം 142 മെറ്റീരിയൽ എവിഡൻസും പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഡിഫൻസ് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് വെറും 221 പേജ് മാത്രമേ ഉള്ളൂ. വിറ്റ്നസിനെ മാത്രം എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 438 ദിവസമാണ് എടുത്തത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനും എടുത്ത് 100-ൽ പുറത്ത് ദിവസം അങ്ങേരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും, ഇത്രയും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടും, ഇത്രയും മെറ്റീരിയൽ എവിഡൻസ് സബ്മിറ്റ് ചെയ്തിട്ടും ഈ ഒരു കേസിൽ ദിലീപിന് അഗൈൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ദിലീപ് ഇങ്ങനെ ഒരു കാര്യത്തിൽ, ഈ ഒരു ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, 8 കൊല്ലം 3 വക്കീലന്മാർ, 833 പേജുള്ള ഡോക്യുമെന്റ്, 142 മെറ്റീരിയൽ എവിഡൻസ്, 261 വിറ്റ്നസ്, ഇത്രയൊക്കെ ഉണ്ടിട്ടും ഒരു തെളിവ് പോലും ദിലീപിന് എതിരെയില്ല, തെളിയിക്കാൻ പറ്റിയില്ല. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട്, എങ്കിൽ ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? ആ ഒരു ഉത്തരവാദിത്വം കോടതിക്കല്ല, കോടതിയല്ല അത് തെളിയിക്കേണ്ടത്, അത് പ്രോസിക്യൂഷനും ഈ അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമാണ് അത് തെളിയിക്കേണ്ടത്. കോടതിയുടെ മുന്നിലോട്ട് ഒരു കേസ് വരുമ്പോഴത്തേക്ക് ആ കേസിന്റെ വാദം കേട്ടിട്ട് ഈ നിൽക്കുന്ന വ്യക്തി, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വ്യക്തി പ്രതിയാണോ അല്ലയോ, പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ശിക്ഷ കൊടുക്കും എന്നുള്ള കാര്യം മാത്രമാണ് കോടതിയിൽ നോക്കുന്നത്. ഇത്രയും നാളത്തെ വാദം, ഇത്രയും വിറ്റ്നസിനെ എക്സാമിൻ ചെയ്തിട്ടും ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും ദിലീപിനെതിരെ നിൽക്കുന്ന എവിഡൻസ് ഒന്നും പ്രോസിക്യൂഷന്, അല്ലെങ്കിൽ ദിലീപിനെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന എവിഡൻസ് ഒന്നും പ്രോസിക്യൂഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. മൊത്തം സാഹചര്യ തെളിവുകളാണ്. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഡയറക്റ്റ് സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ കത്ത് ഉണ്ട്, കത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് സ്റ്റിൽ കൺഫ്യൂഷനിലാണ്. ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയൊരു കത്ത് പോലാണ് അത് പുറത്തോട്ട് വന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കേസിന്റെ തുടക്കകാലത്ത് ജഡ്ജായിട്ടിരുന്ന ഒരു മെയിലായിരുന്നു. നടിയുടെ നിർബന്ധപ്രകാരം നടി ഒരു അപേക്ഷ കൊടുത്തതിനെ തുടർന്ന് ഈ മെയിൽ ജഡ്ജിനെ മാറ്റി ഒരു ഫീമെയിൽ ജഡ്ജിനെ കൊണ്ടുവരികയാണ്. അവരുടെ പേരാണ് ഹണി M വർഗീസ്. അവരാണ് ഈ ഒരു കേസിന്റെ വിധി ഇപ്പൊ പറഞ്ഞത്, ഹണി M വർഗീസ് എന്ന് പറയുന്നത്. ഇവരും ദിലീപിന്റെ സൈഡാണ് എന്നുള്ള ഒരു നറേഷനാണ് പുറത്തോട്ട് വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, പ്രതി കോടതിയിലോട്ട് വന്നപ്പോഴത്തേക്ക് പ്രതിയെ കണ്ട് വക്കീൽ വരെ എണീറ്റെന്ന്. അവരാണ് ഈ ഒരു കേസിന്റെ വിധി പറഞ്ഞത്. ഇവർക്കെതിരെ പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാദത്തിനിടയിൽ 2 പ്രോസിക്യൂട്ടർമാർ വാദിക്കാൻ പറ്റില്ല, ഈ ജഡ്ജിയുടെ മുന്നിൽ വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കേസ് കളഞ്ഞിട്ട് പോയി. അങ്ങനെ പിന്നെ മൂന്നാമത് വന്ന വ്യക്തിയെ കണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള TB മിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റ്. പിന്നീട് ഈ ജഡ്ജി ദിലീപിന് അനുകൂലമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റോറി വരികയും നടി അഗെയിൻ ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞ് ഹർജി കൊടുക്കുകയാണ്. സുപ്രീം കോടതി വരെ എന്തോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നടിയുടെ ഹർജി തള്ളി. ആ ജഡ്ജി തന്നെ വിധി പറഞ്ഞു, അതും ദിലീപിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അപ്പം ജഡ്ജിയും ഇവിടെ ഒരു സംശയത്തിന് നിഴലിൽ നിൽക്കുകയാണ്. ഈ ഒരു കേസിനകത്ത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞെങ്കിൽ പോലും ഇനിയും കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ ബാക്കി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നടക്കും. പല വിധികളും ഹൈക്കോടതിയിലൊക്കെ പോയ സമയത്ത് മാറിയിട്ടുണ്ട്. ഈ ഒരു കേസിന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പം ദിലീപിനെതിരായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. 8 കൊല്ലമായിട്ടില്ല. വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു കേസ് തന്നെ മുന്നോട്ട് പോയത്. ഇനിയിപ്പോ ദിലീപിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തന്നെയും അത് മറിക്കാനുള്ള സമയവും സാവകാശവും എല്ലാം ദിലീപിന്റെ വക്കീലിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ വക്കീലാരാ? രാമപിള്ളയാണ്. അങ്ങേര് ടോപ്പ് ക്രൈം വക്കീലാണ്. ഈ ആക്കിളി ഊക്കിളി തെളിവും കൊണ്ട് അങ്ങേരെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങേരെ അടുത്ത് വിളയെ തള്ളും. അങ്ങേരുടെ വാദത്തിന് മുന്നിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റൂല. അങ്ങേരെ അമ്മാതിരി ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ തോറ്റുപോയിരിക്കുന്നത് പോലീസും പ്രോസിക്യൂഷനും സ്റ്റേറ്റുമാണ്. ഇപ്പൊ ദിലീപ് കുറ്റം ചെയ്തു എന്ന് പ്രോസിക്യൂഷനും പോലീസും വാദിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തെളിവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തോറ്റുപോയത് ആരാണ്? ഇവരാണ്. ഇതുവരെ ഈ 8 കൊല്ലമായിട്ടും ഏത് ഫോണിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നിലവിലൊരു മെമ്മറി കാർഡ് കോടതിയിൽ ഇരിപ്പുണ്ടല്ലോ, ആ മെമ്മറി കാർഡ് തന്നെ ആദ്യം ഒരു ഫോണിൽ ഷൂട്ട് ചെയ്ത് ആ ഷൂട്ട് ചെയ്ത ദൃശ്യം വേറൊരു കമ്പ്യൂട്ടറിലോട്ട് പകർത്തി ആ കമ്പ്യൂട്ടറിൽ നിന്ന് മെമ്മറി കാർഡിലോട്ടാക്കി ആ ഒരു കോപ്പിയാണ് കോടതിയിൽ ഇരിക്കുന്നത്. ഏത് ഫോണിലാണോ ഷൂട്ട് ചെയ്തത്, ആ ഷൂട്ട് ചെയ്ത ഫോൺ ഏത് കമ്പ്യൂട്ടറുമായിട്ടാണ് ബന്ധിപ്പിച്ചത്, അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലോട്ടാണ് ആദ്യം ആ ഒരു കോപ്പി ചെയ്തത്, ഈ കമ്പ്യൂട്ടറോ ഫോണോ ഒന്നും പോലീസിന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ തെളിവ് അതായിരുന്നു. അത് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസിന്റെ ഏറ്റവും വലിയ പിഴവാണത്. അല്ലെങ്കിൽ കുറ്റം ചെയ്ത വ്യക്തിയുടെ ഏറ്റവും വലിയ ബുദ്ധിയാണത്. അതിപ്പോഴും കിട്ടാതെ പോകുന്നത്. കഴിഞ്ഞ ദിവസം ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ പറയുന്ന കാര്യം ഞാനൊന്ന് വെക്കാം.
അതിന് ജയിച്ചു. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. പുറത്തിറങ്ങിയിട്ട് ആദ്യം പറയുന്ന പേര് മഞ്ജു. ഈ ഒരു കേസിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ മഞ്ജുവിന്റെ പേര് അങ്ങോട്ട് എടുത്ത് ദിലീപ് ഇവിടെ പുതിയൊരു കഥ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പുള്ളി ഒരു ഇരയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സാധനമാണ് ഇട്ടുകൊടുക്കുന്നത് ജനങ്ങളിലോട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുടെ മുന്നിൽ മാത്രമേ ദിലീപിന് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദിലീപ് ഒരു പബ്ലിക് ഫിഗർ ആണ്. കോടതിയിൽ തെളിഞ്ഞെങ്കിലും ഇത് പലരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ഫെയർ ആയിട്ടുള്ള വിധിയാണ് എന്ന് പണം കൊടുത്ത് ഇത് അട്ടിമറിച്ചു എന്നുള്ള തരത്തിലുള്ള കഥകളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഗൂഢാലോചന ആര് നടത്തി എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം വരണമല്ലോ. ആ ഒരു ഉത്തരത്തിനുള്ള ഒരു വഴിയാണ് ദിലീപ് ഇവിടെ വെട്ടിയിട്ട് കൊടുത്തത്. ഇവിടെ എനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സാധനം മഞ്ജുവിലോട്ട് അത് ഡൈവേർട്ട് ചെയ്തിട്ടേക്കാണ്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കി. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞില്ല, എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും. സോ പുള്ളിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ശ്രമിച്ചു എന്നുള്ള ഒരു തരത്തിലാണ് സാധനം പോകുന്നത്. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. കുറെ മണ്ടത്തരങ്ങൾ പോലീസുകാർ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ ദിലീപ് വധിക്കാൻ ശ്രമിച്ചു എന്ന വരെയുള്ള കഥകൾ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു കേസിൽ ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും പോലീസും ഒരു കളി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമയ്ക്കകത്ത് നമ്മൾ കാണത്തില്ലേ, ഇവനാണ് പ്രതി എന്ന് നമുക്കറിയാം, പക്ഷെ ഇവൻ ചെയ്തു എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും പോലീസിന്റെ കയ്യിൽ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പോലീസ് തന്നെ തെളിവുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു കളി, അങ്ങനെ ആ ഒരു രീതിയിൽ പോലീസ് ഈ ഒരു കേസിൽ പെരുമാറിയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന്റെ പുറകിൽ വേറെ ഏതെങ്കിലും സ്റ്റോറി ഉണ്ടോ എന്നും നമുക്കറിയില്ല. സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു കേസിൽ കുറെ കാര്യങ്ങൾ മിസ്റ്ററി പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഈ പൾസർ സൂര്യ എല്ലാം ഒന്നും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. ആ ഷൂട്ട് ചെയ്ത ഫോൺ എവിടെയാണെന്ന് ചോദിച്ച സമയത്ത് അവൻ പറയുന്നത് അത് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം ഇവന്മാരിത് രക്ഷപ്പെടാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു പെട്ടിയാട്ടോയാണ്. ഈ പെട്ടിയാട്ടോ നേരെ ചെന്ന് ഒരു റെസിഡന്റ് ഏരിയയിൽ ചെറിയൊരു ഇടവഴി പോലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതിന്റെ CCTV ഫൂട്ടേജൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പെട്ടിയാട്ടോ നിർത്തിയിട്ട് ഇവൻ ചെരുപ്പും കൈ പിടിച്ചോണ്ട് ഒരു മതിൽ ചാടി ഒരു വീടിനകത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മതിൽ ചാടി ഈ വീടിന്റെ പുറത്തോട്ടും വരുന്നുണ്ട്. ഇവൻ ആ വീട്ടിൽ പോയിട്ട് ആരെയാണ് കണ്ടത് എന്നുള്ള ഒരു കാര്യത്തിനകത്ത് ക്ലാരിറ്റി. എന്നിട്ട് ജയിലിൽ കിടന്നിട്ട് ദിലീപിന്റെ അസിസ്റ്റന്റ് അപ്പുണ്ണിയെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ഈ അപ്പുണ്ണിയും പൾസർ സുനിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് എവിടെയും പറയുന്നില്ല. ദിലീപുമായിട്ടുള്ള ഡയറക്റ്റ് ലിങ്ക് മാത്രമാണ് ഇവിടെ ഇല്ലാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ഒരു മേഡത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു മേഡത്തിന്റെ വോയിസ് കേൾക്കുന്നുണ്ട്. ആ മേഡം ആരാണെന്നോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ആരും സംസാരിക്കുന്നില്ല. ആ മേഡം കാവ്യമാധവൻ അല്ലെന്ന് പൾസർ സുനി ഒരു ദിവസം മാധ്യമങ്ങളെ നോക്കി ഇങ്ങനെ കൊണ്ടുവന്നതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, കാവ്യമാധവൻ അല്ല എന്ന്. അങ്ങനെ കുറെ കാര്യങ്ങൾ സ്റ്റിൽ ഇതിനകത്ത് ഉത്തരം കിട്ടാൻ നിൽക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ഇനി എന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ഞാൻ പറയാം. കോടതിയുടെ വിധിയെ മാനിക്കുന്നു, പക്ഷെ സ്റ്റിൽ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ കുറ്റകൃത്യം ചെയ്യിപ്പിച്ച ആരാണെങ്കിലും അവനെ പൊക്കാതെ ഒരിക്കലും അവർക്ക്, അല്ലെങ്കിൽ അവനെ
ശിക്ഷിക്കാതെ ഒരിക്കലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ല. ഈ 6 അവന്മാരെ അകത്തിട്ട് ശിക്ഷിച്ചിട്ട് എന്തെടുക്കാനാണ്? അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചവനെയാണ് പൊക്കേണ്ടത്. ആ ഒരു വ്യക്തിയെ പൊക്കാത്തിടത്തോളം കാലം ഈ കേസ് അവസാനിക്കാൻ പോകുന്നതുമില്ല. അതിജീവിത എന്ന് പറയുന്ന ആ നടിക്ക് നീതി കിട്ടാൻ പോകുന്നതുമില്ല. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഈ വിധിയിൽ നിങ്ങൾ സംതൃപ്തനാണോ അല്ലയോ എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരി, ബൈ.